നമസ്കാരം. ആർട്ടിക്കിൾ 19 പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ ദേവനാണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായി എത്തുന്നത്. നമസ്കാരം സർ. നമസ്കാരം. BJP സംസ്ഥാന ഉപാധ്യക്ഷ പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ്. 20 വർഷക്കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിനൊടുവിൽ വളരെ നോട്ടീസബിളായ ഒരു പൊസിഷൻ. എങ്ങനെ തോന്നുന്നു ഈ സമയം? എനിക്ക് തോന്നുന്നത് വലിയൊരു എനിക്ക് വലിയൊരു ഡ്രീം ഉണ്ടായിരുന്നു. ഞാനൊരു സിനിമ നടനാവുന്നതിന് മുമ്പ് ഒരു പൊളിറ്റീഷ്യനായിരുന്നു, സ്റ്റുഡൻറ്റ് പോളിറ്റിക്സിൽ. അപ്പോൾ ഞാൻ 2004 ഒരു പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻ്റ് ഇതുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിച്ചു, കേരള പീപ്പിൾസ് പാർട്ടി. അന്ന് ഞാൻ ഉദ്ദേശിച്ചത്, എൻ്റെ മീഡിയ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഞാനൊരു പാർട്ടി തുടങ്ങുന്നു, അടുത്ത ദിവസം ഞാൻ ഇലക്ഷൻ നിൽക്കുന്നു, അടുത്ത ദിവസം ഞാനൊരു മിനിസ്റ്ററാവുന്നു, ഇവിടെ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും എന്നുള്ള ചിന്തയോടോ എന്തെങ്കിലും ഒരു പ്രതീക്ഷയോടോ കൂടി വന്നതല്ല. ഞാൻ ചെറുപ്പകാലത്തുണ്ടായ ചില ആശയങ്ങൾ, ചില അസ്വസ്ഥതയാണ്. ടു ബി വെരി ഫ്രാങ്ക് വിത്ത് യു, ടു ബി ഓപ്പൺലി, അല്ലെങ്കിൽ എനിക്ക് ഒരു അസ്വസ്ഥത ഫീൽ ചെയ്തു ചെറുപ്പകാലത്തിൽ മുതൽ. കേരള പീപ്പിൾസ് പാർട്ടി, നവകേരള പീപ്പിൾസ് പാർട്ടി, അങ്ങനെ 2 തരത്തിൽ പാർട്ടി ഫോം ചെയ്യുകയും 2 പതാകകളും കേരളം കണ്ടിട്ടുണ്ട് ദേവന്റെ വകയായി. ഇപ്പോൾ BJPയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് BJPയുടെ ഭാഗമായി BJP നവകേരള പീപ്പിൾസ് പാർട്ടി എന്ന് പറയുന്ന സംവിധാനം ലയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? 2016 എനിക്ക് BJPയിൽ നിന്നൊരു ഓഫർ ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രം സെൻട്രൽ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് BJPയുടെ ടിക്കറ്റിൽ മത്സരിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു ഓഫർ ഉണ്ടായിരുന്നു. അത് കുമ്മനം ചേട്ടനാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി 2004. ആ പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് ഞാൻ ഉണർത്തിയ ഒരുപാട് ആശയങ്ങളുണ്ട്. ഞാനൊരു സുപ്രഭാതത്തിൽ BJPയുടെ ടിക്കറ്റിൽ വന്നാൽ ഐ വിൽ ലൂസ് മൈ ക്യാരക്ടർ. എവറി വ്യക്തി ഹാവ് എ ക്യാരക്ടർ. അപ്പോൾ എൻ്റെ ക്യാരക്ടർ പോവും, ദേവൻ എന്ന വ്യക്തി എന്ന ക്യാരക്ടർ പോവും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. BJPയുടെ ടിക്കറ്റിൽ മത്സരിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ NDAയിൽ ഒരു പാർട്ട്ണറായിട്ട് നിന്നൂടെ എന്ന് ചോദിച്ചു. ദാറ്റ്സ് ഓക്കെ. NDA എന്ന ആ മുന്നണിയിൽ ഒരു പാർട്ട്ണറാവാൻ കേരള പീപ്പിൾസ് പാർട്ടി അതിന് തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് സമാധാനം. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് അമിത്ഷാജിയായിരുന്നു അന്നത്തെ നാഷണൽ പ്രസിഡൻറ്റ്, അദ്ദേഹമായിട്ടുള്ളൊരു മീറ്റിംഗ് എനിക്ക് അറേഞ്ച് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് തന്നു, ട്രിവാൻഡ്രത്ത് വെച്ചിട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഞാനും കുമ്മനം ചേട്ടനും അമിത്ഷാ മാത്രമുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇവിടെ 2021 ആകുമ്പോഴേക്കും കേരളത്തിൽ BJPക്ക് ഒരു അധികാരസ്ഥാനം കിട്ടും എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അത് അംഗീകരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സർ, ഐ റിഗ്രറ്റ് ടു ഡിസഗ്രി വിത്ത് യു. വൈ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കാലാകാലങ്ങളിൽ മീഡിയ ആൻഡ് ദി അതർ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇന്ത്യയിലെ ജനങ്ങളിൽ, എസ്പെഷ്യലി എല്ലാ വിഭാഗം മതങ്ങളിലും BJPയോടും RSSനോടും ഒരു ഭയം ഉണ്ടാകുന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു വർഷങ്ങളായിട്ട്. അത് പ്രചരണം അഴിച്ചുവിടുക എന്നുള്ളതല്ലല്ലോ സർ, അത് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ചും എല്ലാ ഇടങ്ങളിലും, പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലൊക്കെ തന്നെയും ന്യൂനപക്ഷങ്ങൾ അത്രമേൽ ഭയത്തോടു കൂടി ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രത്യയശാസ്ത്രം പേറുന്ന ഒരു പാർട്ടിയാണ് BJP. അതിന് ഞാൻ ഡിസഗ്രി വിത്ത് യു. അത് ഒരിക്കലും അത് നല്ലൊരു സ്റ്റഡി ഇല്ലാത്തതുകൊണ്ടാണ്. നവകേരള പീപ്പിൾസ് പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം താങ്കൾ തന്നെ പറയുകയുണ്ടായി, BJP എന്ന് പറയുന്നത് ഹിന്ദുത്വ എന്ന അജണ്ട പേറുന്നൊരു സംവിധാനമാണ്, അതുകൊണ്ട് തന്നെ താങ്കൾ അതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല. നരേന്ദ്രമോദി എന്നത് ആളിനെക്കുറിച്ച് വളരെ ആരാധനയോടുകൂടി പറയുമ്പോൾ പോലും BJP എന്ന് പറയുന്ന പ്രസ്ഥാനം ഹിന്ദുത്വ അജണ്ട പേറുന്ന പ്രസ്ഥാനമാണെന്ന് 2 വർഷം മുമ്പ് പോലും താങ്കൾ കരുതിയിരുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷേ
നമ്മൾ ഓരോ ദിവസം ചൊല്ലുന്നതും ദർ ഇസ് ചേഞ്ചസ് ഹാപ്പനിങ് ടു അസ്. നമ്മുടെ പുതിയ നോളജസ്. 2 വർഷം കൊണ്ട് എന്ത് ചേഞ്ചാണ് BJP ഉണ്ടാക്കിയിരിക്കുന്നത്? ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. എന്ത് ചേഞ്ചാണ്? ഒരുപാട് കാര്യത്തിൽ നമ്മുടെ നാഷണലിൻ്റെ ഞാൻ പറഞ്ഞിട്ടെ, ഇപ്പോൾ മോഡിജി അധികാരത്തിൽ വന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ വളരെ ഒരു മേജർ റിലീജിയസ് കലാപം ഉണ്ടായിട്ടുണ്ടോ? പലയിടങ്ങളിലും ഉണ്ടാകുന്ന കലാപങ്ങൾ, പ്രത്യേകിച്ചും പല നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് ഉണ്ടാകുന്ന കലാപങ്ങൾ, ഇപ്പോൾ അവസാനം മണിപ്പൂരിൽ നടന്ന കലാപത്തിലൊക്കെ തന്നെയും എന്ത് നിലപാടാണ്, എന്ത് വാക്കാണ് പ്രധാനമന്ത്രി പറഞ്ഞത്? എപ്പോഴാണ് അദ്ദേഹം നിശബ്ദത പോലും ഭേദിക്കാൻ തയ്യാറായത്? എന്താണെന്നറിയോ, അതിൻ്റെ മെയിൻ കാരണം ഈ മണിപ്പൂരിലത്തെ കലാപം BJP വന്നതിന് ശേഷം ഉണ്ടായതല്ല. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള ചില ഡെവലപ്മെൻറ്റ്സ് ആണ്. വർഗീയമായ രണ്ട് ഗ്രൂപ്പുകൾ, അവരുടെ പിന്നെ ഈ ഗോത്രവർഗക്കാരും അവിടെ ഓൾറെഡി ജീവിക്കുന്ന ആൾക്കാരും തമ്മിലുള്ള ഒരു റിഫ്റ്റ്. വംശഹത്യയല്ലേ അവിടെ നടക്കുന്നത്? വംശഹത്യ അവർ തമ്മിലാണ്. BJP അതിനകത്ത് ഇടപെട്ടിട്ടില്ല. പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ വളരെ മൗനം പാലിച്ചത്? വളരെയധികം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണത്. വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണത്. അപ്പോൾ അവിടെ ഒരു പീസ് ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് ആലോചിക്കണം. അപ്പോൾ ഒരു പ്രൈം മിനിസ്റ്റർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് ദി അതർ റീജിയൻസ് ഓഫ് ഇന്ത്യ. ശരി, താങ്കൾ ഇപ്പോൾ പറഞ്ഞു 2 വർഷം കാലത്തിനുള്ളിൽ എന്ത് ചേഞ്ചാണ് ഈ രാജ്യത്ത്? BJP എന്ന് പറയുന്നത് ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായതുകൊണ്ട് താങ്കൾക്ക് അതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹമില്ല എന്ന് പറയുന്നതിനിടയിൽ ഈ 2 വർഷക്കാലം കൊണ്ട് 2 വർഷക്കാലം അല്ല, താങ്കൾ 2021 തന്നെ അതിൻ്റെ ഭാഗമായിരുന്നു. എന്താണ് ഈ ഒരു ഏതാനും മാസങ്ങൾ കൊണ്ടൊക്കെ തന്നെയും BJP കുറിച്ചുള്ള ചിന്തകളിൽ ചേഞ്ചസ് ഉണ്ടായത്? അതല്ല, ഏതാനും മാസത്തിലല്ല, ഒരുപാട് വർഷങ്ങളുടെ സ്റ്റഡിയാണ് എന്നെ മനസ്സിലാക്കിയത്. അതുമാത്രമല്ല, ഇതിനകത്ത് ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം മാത്രം എടുത്തോളൂ. കേരളത്തിൻ്റെ കാര്യം മാത്രം എടുത്തപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു അദൃശ്യമായ ഒരു തീവ്രവാദ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നു 10-20 വർഷങ്ങൾക്കുള്ളിൽ. മനസ്സിലായില്ലേ? അത് അദൃശ്യമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 5-6 വർഷങ്ങൾക്കുള്ളിൽ, 5-6 വർഷത്തിനിടയിൽ തന്നെ അത് വിസിബിളായി. ഈ സംസ്ഥാനം പോലെ ഏറ്റവും അധികം പീസ്ഫുള്ളായി ജീവിക്കാൻ കഴിയുന്ന മറ്റേത് സംസ്ഥാനമാണ് ഇന്ത്യയിലുള്ളത്? ഞാൻ അത്ഭുതപ്പെടുകയാണ് ഇപ്പോൾ അപർണ ഇതൊരു ചോദ്യം ചോദിക്കുമ്പോൾ. അപ്പം നിങ്ങളിപ്പോൾ ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നത്? പറയൂ സർ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളത് കറക്റ്റായിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് അല്ലാന്ന് എനിക്ക് തോന്നുന്നു. അതായത് എൻ്റെ അഭിപ്രായമാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഇവിടെ പിന്നെ വളരെ പീസ്ഫുൾ ആണെന്നാണ് പറയുന്നത്. ഇവിടെ തീർച്ചയായും മറ്റേത് സംസ്ഥാനത്താണ് പീസ്ഫുള്ളായി ജീവിക്കാൻ മനുഷ്യർക്ക് കഴിയുന്നത്, ന്യൂനപക്ഷങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്നത്? മധ്യപ്രദേശിൽ പുതിയ BJP സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം വന്ന ആദ്യത്തെ ഓർഡർ അവിടെ ബീഫ്, മുട്ട, ഒപ്പം തന്നെ ഈ പറയുന്ന സംവിധാനങ്ങളൊന്നും പൊതുസ്ഥലത്ത് വിൽപ്പനയ്ക്ക് വെക്കാൻ പാടില്ല. ആരാധനാലയങ്ങളിൽ ഉച്ചഭാഷണികൾ ഉണ്ടാകാൻ പാടില്ല. അതായത് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് നമുക്കറിയാലോ. അതായത് മുസ്ലിം ആരാധനാലയങ്ങളിൽ ബാങ്ക് വിളിക്കാൻ പാടില്ല, പച്ചയ്ക്ക് പറഞ്ഞാൽ അതാണ് സംഭവം. അപ്പൊ ഇങ്ങനെയാണ് BJP സർക്കാരുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അജണ്ട. കർണാടകയിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ മുഴുവൻ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർ അവിടെ ചേർത്ത് നിർത്തിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ശ്രമിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമോ 18ഓളം ക്രിസ്ത്യൻ പള്ളികളല്ലേ അവിടെ ആക്രമിക്കപ്പെട്ടത്. അപ്പോൾ ഇവർ ഈ സ്നേഹം കാണിക്കുന്നതൊക്കെ തന്നെ കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. കൃത്യമായൊരു വർഗീയ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് മനുഷ്യന്മാരെ തമ്മിൽ ഡിവൈഡ് ചെയ്ത് ഭരിക്കുന്ന നിലപാടല്ലേ BJP രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ സംസ്ഥാനങ്ങളിലും? ഒരിക്കലല്ല, ഞാനത് അഗ്രി ചെയ്യുന്നില്ല. എനിക്ക് അഗ്രി ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ സ്റ്റഡിയിൽ എൻ്റെ വ്യൂ പോയിന്റ്, ഇപ്പോൾ അപർണ പറയുന്നത് അപർണയുടെ വ്യൂ പോയിൻ്റാണ്, ഞാൻ പറയുന്നത് എൻ്റെ വ്യൂ പോയിൻ്റാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല ഒരു വളരെ വർഷങ്ങളായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നതിന് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ മാറ്റങ്ങളുണ്ടാവാം. നമ്മൾ ഒരു വളരെ റിജിഡായിട്ട് നിൽക്കാൻ പറ്റില്ല നമുക്ക്, മനസ്സിലായല്ലോ. അപ്പോൾ എൻ്റെ സ്റ്റഡിയിൽ നിന്നും എനിക്ക് മനസ്സിലായത്, ഞാൻ ഒരു 5-6 വർഷം മുമ്പ് ഉണ്ടായ അഭിപ്രായങ്ങളല്ല ഇപ്പോൾ. കാരണം കാലങ്ങൾ മാറുകയാണ്, നമ്മുടെ മനുഷ്യരുടെ ആറ്റിറ്റ്യൂഡുകൾ മാറുകയാണ്, ഈ ഭരണ സംവിധാനങ്ങൾ മാറുകയാണ്. അപ്പോൾ ഒക്കെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ആ മാറ്റങ്ങളെ നമ്മൾക്ക് ഏറ്റവും വലിയൊരു ഞാൻ കണ്ടത്
അതിപ്പോൾ ഞാൻ പറയണത് ഞാൻ അനുഭവപ്പെട്ടത് ഇപ്പോൾ ഗോത്ര കലാപം അതേപോലെയുള്ള കലാപങ്ങൾ ഇപ്പോൾ ഈ ഹിന്ദുത്വ കാര്യങ്ങൾ മുഴുവനും എനിക്ക് എന്തൊരായിക്കോട്ടെ ഇറ്റ്സ് എൻ ഓർക്കസ്ട്രേറ്റഡ് വർക്ക് അഗൻസ്റ്റ് ഭാരതീയ ജനതാ പാർട്ടി. ഇറ്റ് ഇസ് നോട്ട് റിയൽ. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? അതായത് ഇവിടെ CAA നടപ്പാക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ ഈ പറഞ്ഞതുപോലെ വസ്ത്രം കണ്ടാൽ മനുഷ്യരെ തിരിച്ചറിയാൻ കഴിയുമെന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. സന്യാസിമാരെ നമ്മുടെ ഭരണഘടനയിൽ പോലും പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു ഭരണകൂടം ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെയോ മതപുരോഹിതരെയോ പ്ലീസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഇടത്ത് നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയി ഈ പറയുന്ന സന്യാസിമാരെ വണങ്ങുന്ന ചിത്രം വളരെ അഭിമാനത്തോടു കൂടി അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നു. അയോധ്യ എന്ന് പറയുന്ന സംവിധാനം ഇപ്പോഴും ഈ മനുഷ്യരുടെ മതേതര വിശ്വാസികളുടെ ഒക്കെ തന്നെ ഈ മനസ്സിൽ മുറിവായി നിൽക്കുമ്പോൾ അതിന്റെ തറക്കല്ലിടൽ ചടങ്ങിന് ചെല്ലുന്നത് BJPയുടെ ദേശീയ അധ്യക്ഷനല്ല, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഇതൊന്നും ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമല്ലേ സാർ? ഈ BJP ആണോ ഈ രാജ്യത്തെ മൈനോറിറ്റി വിശ്വസിക്കേണ്ടത്, ജനാധിപത്യ വിശ്വാസികൾ വിശ്വസിക്കേണ്ടത്? ഹിന്ദുത്വ അജണ്ട എന്ന് പറയുന്നത് ഒരു വെരി മിസ്കൺസെപ്ഷനാണ്. ഹിന്ദുത്വ ഈസ് ദി ബേസിക് കൾച്ചർ ഓഫ് ഭാരത്. സനാതനധർമ്മത്തിന് റിലീജിയൻ ഇല്ല, മനസ്സിലായല്ലോ. പക്ഷെ ഇതായിരുന്നില്ലല്ലോ 2 വർഷക്കാലം മുമ്പുള്ള താങ്കളുടെ നിലപാട്. ഹിന്ദുത്വ അജണ്ട പേർന്ന BJP എന്നുള്ളതായിരുന്നല്ലോ. ഞാൻ അതാ പറയുന്നത്. ഇത് നമ്മൾ ഓരോ അതിന് മാറ്റം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? കാരണങ്ങൾ മോഡിജിയുടെ പ്രഭാവം, അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റൈൽ, ഇന്ത്യയിൽ വന്ന മാറ്റങ്ങൾ. അഡ്മിനിസ്ട്രേഷനാണ് അദ്ദേഹം നടത്തുന്നത്. എന്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റൈലിനെ കുറിച്ചാണ് പറയുന്നത്? അദ്ദേഹം നടത്തിയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റൈലിന്റെ പ്രധാനപ്പെട്ട വിസിബിളായ ഉദാഹരണങ്ങൾ ഒന്ന് പറഞ്ഞു തരാമോ? ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ മോഡിയുടെ അച്ചീവ്മെന്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒറ്റ കൊണ്ട് മാറ്റാൻ പറ്റില്ല. ഒരു വലിയ ഒരു ചാപ്റ്റേഴ്സ് ആൻഡ് ചാപ്റ്റേഴ്സ് വി ഹാവ് ടു സേ. അത് പറയാൻ നിവൃത്തിയില്ല. മോഡിജി വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, മോഡിജി ഇൻ്റർനാഷണൽ ലെവലിൽ ഇന്ത്യയെ കൊണ്ട് എത്തിച്ചത്, മനസ്സിലായല്ലോ. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു സർവേ നടത്തിയല്ലോ, ഏറ്റവും റെപ്യൂട്ടഡ് ഒരു ഇൻ്റർനാഷണൽ ഏജൻസി, എനിക്ക് എൻ്റെ പേരറിയില്ല, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 3 ദിവസത്തിന് മുമ്പുള്ള പത്രങ്ങൾ എടുത്തിട്ട് വെച്ച ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് തുടങ്ങിയിട്ടുള്ള പത്രങ്ങളിൽ ഏറ്റവും മെജോറിറ്റി ലോകത്തിലെ ജനങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ലീഡറാണ് മോഡി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അങ്ങനെ ഈ മോഡിയുടെ അച്ചീവ്മെൻറ്റ്സിനെ പറയുകയാണെങ്കിൽ വോളിയൂംസ് ഒക്കെ പറയേണ്ടി വരും. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ എല്ലാവരും പറഞ്ഞ് ഈ അസംബ്ലി ഇലക്ഷൻസിന് മോഡിജി വിൽ ഗോ അവേ എന്ന് പറഞ്ഞതാണ്. എല്ലാ മീഡിയ മുഴുവൻ അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മീഡിയ നമ്മുടെ കേരളത്തിലെ മീഡിയ തന്നെ ഏതോ ഒരു മീഡിയ ഒരു എക്സിറ്റ് പോൾ നടത്തിയിട്ട് പറഞ്ഞു മോഡിക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞു. വാട്ട് ഹാപ്പൻഡ്? അവിടുത്തെ ആൾക്കാരൊക്കെ ഫൂൾസാണ്. ഏത് ഇലക്ഷൻ മനസ്സിലായില്ല. നമ്മുടെ ഇപ്പോൾ ഈ 4 സംസ്ഥാനങ്ങൾ, 5 സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഈ പറയുന്നത് പോലെ BJPക്ക് മെജോറിറ്റി തന്നെയാണ് പ്രഖ്യാപിച്ചത്. അല്ലല്ല, നമ്മുടെ ഈ ഇപ്പോൾ മനോരമ ചാനല് ഞാൻ കണ്ടത് എക്സിറ്റ് പോളുകൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ടൈംസ് നൗ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ എക്സിറ്റ് പോളുകളൊക്കെ തന്നെയും ഈ പറഞ്ഞതുപോലെ BJPക്ക് ഒരു ക്ലീൻ സ്വീപ്പ് തന്നെയാണ് പറഞ്ഞിരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെയാണ് ഞാൻ പറഞ്ഞു സമ്മതിക്കുന്നു. വൈ? അതിൻ്റെ കൃത്യമായ ഉത്തരം എന്താണെന്നറിയോ? ഈ ഹിന്ദി ബെൽറ്റിൽ പ്രത്യേകിച്ചും UP, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് തുടങ്ങിയ ഈ ഹിന്ദി ബെൽറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായൊരു മനുഷ്യന്മാരെ ഡിവൈഡ് ചെയ്യാൻ നല്ലതുപോലെ കഴിഞ്ഞിട്ടുണ്ട് BJPക്ക് എന്നുള്ളതാണ് ഈ കാലഘട്ടം കൊണ്ട്. അത് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഭക്ഷണത്തിന്റെ പേരിലും വസ്ത്രത്തിന്റെ പേരിലും ഒക്കെ തന്നെ ഈ മനുഷ്യന്മാരെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മീഡിയ ഈസ് ക്രിയേറ്റിംഗ് എ പ്രോബ്ലം, ടു ബി വെരി ഫ്രാങ്ക് വിത്ത് യു. കാരണം മീഡിയ ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ ആരാധനാലയങ്ങളിൽ എവിടെ ഇതില്ലാത്തത്? കേരളത്തിന്റെ കൾച്ചറും മധ്യപ്രദേശിന്റെ കൾച്ചറും രണ്ടും രണ്ടാണ്. കാരണം ഹിന്ദു ആരാധനാലയങ്ങളിൽ മധ്യപ്രദേശിൽ ഉച്ചഭാഷിണികളില്ല. ഹിന്ദു ആരാധനാലയങ്ങളിൽ മധ്യപ്രദേശിൽ ഉച്ചഭാഷിണികൾ വെച്ച് നമ്മുടെ കേരളത്തിൽ കാണിക്കുന്നത് പോലെ പാട്ട് കേൾപ്പിക്കില്ല. അവിടെ ബാങ്ക് വിളി മാത്രം. കൃത്യമായി ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം പള്ളികളെയാണ് സർ. ശരി, ഞാനത് വിട്ടു. ശരി സർ, ഇപ്പോൾ നമുക്ക് കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഗവർണർ ഈ പറഞ്ഞതുപോലെ ഈ
ലിസ്റ്റൊക്കെ തന്നെയും വെട്ടിത്തിരുത്തുകയും ഈ സർവകലാശാല ബിൽ തിരിച്ചയക്കുകയും ഒപ്പിടാതെ തിരിച്ചയക്കുകയും SFI വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തുക ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം താങ്കളുടെ ഒരു പ്രതികരണമായി കണ്ടു SFI യിൽ ഉള്ള കുട്ടികൾ പൗരബോധമില്ലാത്തവരാണെന്ന്. അവർ ഏറ്റവും അധികം പൗരബോധത്തോടു കൂടി പ്രവർത്തിക്കുന്നത് കൊണ്ടല്ലേ ഗവർണറെ, ഈ പറയുന്ന ചാൻസലർ കൂടിയായ ഗവർണറെ ഇതുപോലെ ജനാധിപത്യ മര്യാദയുടെ ഭാഗമായി കരിങ്കൊടി കാണിക്കുന്നത്? അത് പൗരബോധം ഉള്ളത് കൊണ്ടല്ലേ സർ? പൗരബോധം ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ അഭിപ്രായം പറയുന്നത്. SFI പോലെയുള്ള നല്ലൊരു ഓർഗനൈസേഷനായിരുന്നു അത്. ഞാൻ KSUവിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് SFI ആയിരുന്നു. എനിക്ക് പലപ്പോഴും റെസ്പെക്റ്റ് തോന്നിയിട്ടുള്ള ഒരുപാട് SFI ലീഡേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ കാലാകാലങ്ങളിൽ ദേ ലോസ്റ്റ് ദ പൗരബോധം. ഇപ്പോൾ അവർക്ക് പൗരബോധമില്ല. അവരുടെ പാർട്ടി എന്ത് തീരുമാനിക്കുന്നു, അവരുടെ പാർട്ടി എന്ത് ചെയ്താലും അതിനെ അംഗീകരിക്കുക, അവരോടൊപ്പം നിൽക്കുക. ചാൻസലറെ പോലെ, ഗവർണറെ പോലെ, ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ RSSന്റെ പിണിയാളായി പ്രവർത്തിക്കുന്ന ഒരാളെ, ചാൻസലർ എന്ന ഒരു ഭരണഘടന, ഗവർണർ എന്ന് പറയുന്ന ഒരു ഭരണഘടനാ പദവിയാണ്. പക്ഷേ അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുന്നത് RSSന്റെ സ്പോക്സ് പേഴ്സണെ പോലെ പ്രവർത്തിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഒരാളെ പിന്നെ കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? പ്രത്യേകിച്ചും ഈ പറയുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെടേണ്ടവരുടെ ലിസ്റ്റിന്റെ കാര്യത്തിലൊക്കെ തന്നെയും എന്ത് റൈറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇങ്ങനെ തിരുത്തൽ നടത്തുന്നത്? ഞാൻ കാര്യത്തിൽ അപർണ ഒരു സ്റ്റേറ്റ്മെന്റ് RSSന്റെ എന്താ പറഞ്ഞ സ്പോക്സ് പേഴ്സണെ പോലെ. സ്പോക്സ് പേഴ്സൺ അല്ല, അങ്ങനെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം കൊടുക്കുന്ന ലിസ്റ്റിൽ എവിടെ നിന്ന് അദ്ദേഹത്തിന് ആ ലിസ്റ്റ് കിട്ടി? പ്രത്യേകിച്ചും ഈ ലിസ്റ്റിൽ, അതായത് ഇലക്റ്റഡ് അംഗങ്ങളും നോമിനേറ്റഡ് അംഗങ്ങളും ഉണ്ടല്ലോ ഈ പറയുന്ന സിൻഡിക്കേറ്റിലേക്ക് വരുമ്പോൾ. ഈ പറയുന്ന സിൻഡിക്കേറ്റിലേക്ക് വരുന്ന ഇലക്റ്റഡ് അംഗങ്ങൾ, നോമിനേറ്റഡ് അംഗങ്ങളുടെ കാര്യത്തിൽ ചാൻസലർക്ക് തീരുമാനമെടുക്കാം. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഒരാൾ ഈ പറയുന്നത് പോലെ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു ആളുകളുടെ, കുട്ടികളുടെ ഒരു ലിസ്റ്റ് കൊടുക്കുകയും ആ ലിസ്റ്റ് കോടതി തള്ളിക്കളയുകയും ചെയ്തല്ലോ. അതിനുശേഷം ഈ ലിസ്റ്റ് റദ്ദാക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്ന ഗവർണറെ എന്ത് പറയണം? മാത്രമല്ല ആ ലിസ്റ്റിലുണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയാണ്? ABVP-കാരാണ്. ഞാൻ പറഞ്ഞ അതൊക്കെ ശരിയാണ്. ഞാൻ പറഞ്ഞത് അത് RSSന്റെ ഒരു വക്താവായിട്ടല്ല ഗവർണർ പ്രവർത്തിക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഐ കാണ്ട് അഗ്രി, ഐ കാൻ ടേക്ക് ഇല്ല, വേണ്ട, അംഗീകരിക്കണം. പക്ഷേ ABVP-കാരുടെ ലിസ്റ്റ്, ABVP-കാരുടെ പേര് എങ്ങനെയാണ് ആ ലിസ്റ്റിൽ വന്നത്? അദ്ദേഹത്തിന് ആരാണ് ഈ ലിസ്റ്റ് എഴുതി കൊടുത്തത്? അതെനിക്കറിയില്ല. എനിക്ക് അത് അവരുടെ ശരി, ഇത് ആദ്യത്തെ വിഷയമല്ലല്ലോ. ഈ പറയുന്നത് പോലെ സർവകലാശാല ബില്ലിന്റെ കാര്യത്തിലും ഇദ്ദേഹം എന്ത് നിലപാടാണ്? അതിന്റെ ഒരു അമെൻമെന്റുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇതൊരു മണി ബിൽ എന്ന് പറഞ്ഞാൽ അത് ഒപ്പിടാതെ വെച്ചിരുന്ന ആളാണ്. എന്നിട്ട് അത് സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി അത് പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹം ആ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുകയാണ്. എന്താണ് സർവകലാശാല അമെൻമെന്റ് ബില്ലിലുള്ള പ്രശ്നം? എന്താണ് സാർ അതിന്റെ മണി ബിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിലപാടെടുക്കാൻ ഗവർണർ ആരാണ്? അതിനൊക്കെ സ്പീക്കർ ഇല്ലേ? മണി ബിൽ എന്നൊക്കെ പറയാൻ ഇവിടെ സ്പീക്കർ കിട്ടില്ല. ആ ക്വസ്റ്റ്യൻ ഇപ്പോ എന്റെ അടുത്തല്ല ചോദിക്കുന്നത്, അത് ഗവർണറോട് ചോദിക്കണം. ഗവർണർ പലപ്പോഴും സംസാരിക്കുന്നത് ഒരു RSS ലീഡറെ പോലെ അല്ലെങ്കിൽ ഒരു BJP ലീഡറെ പോലെയാണ്. ഒരിക്കലും ഇറ്റ്സ് എ റോങ് കോൺസെപ്റ്റ്, റോങ് അസംപ്ഷൻ. അല്ല, ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഓൺ വാട്ട് ബേസിസ് യു ആർ മേക്കിംഗ് ദിസ് അലിഗേഷൻ? അല്ല, ABVP-കാരുടെ പേരെന്തായാലും മറ്റേ ഈ പറയുന്നത് പോലെ AKG സെന്ററിൽ നിന്നോ KPC ഓഫീസിൽ നിന്നോ കൊടുക്കില്ലല്ലോ. AKG സെന്ററിൽ നിന്നും KPCC ഓഫീസിൽ നിന്നും എന്തായാലും ABVP-കാരുടെ പേര് കൊടുക്കില്ലല്ലോ. ഈ പേര് കൊടുത്തിട്ടുള്ളത് എവിടെ നിന്നായിരിക്കും? ഒരിക്കലും ആയിരിക്കില്ല. പിന്നെ അദ്ദേഹത്തിന് ഈ ABVP-കാരുടെ ലിസ്റ്റ് എവിടെ നിന്ന് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ ലിസ്റ്റ്? അത് അദ്ദേഹത്തോട് ചോദിക്കണം. എനിക്ക് അതിൻ്റെ ഉള്ളിലല്ലോ യാതൊരു ആക്സസിബിലിറ്റി. ശരി, താങ്കൾ കാണുന്ന BJP ഉപാധ്യക്ഷ പദവിയിലിരിക്കാൻ താങ്കൾ കാണുന്ന ക്വാളിറ്റി എന്താണ്? എൻ്റെ ക്വാളിറ്റി എൻ്റെ ക്യാരക്ടറാണ്. എൻ്റെ ക്യാരക്ടർ മീൻസ് ഞാൻ ഈ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരാളാണ്. ഞാൻ പള്ളിയിൽ പോവും, മോസ്കിൽ പോവും, അമ്പലത്തിലും പോവും. അത് എൻ്റെ അമ്മ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളുടെ തറവാട്ട് ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ പിന്നെ ഉത്സവം നടക്കുന്നത് ഞങ്ങളുടെ അടുത്ത മോസ്കിൽ നിന്നാണ്. ആ മോസ്കിൽ ചന്ദനക്കുടം ആരംഭിക്കുന്നത് ഞങ്ങളുടെ അമ്പലത്തിൽ നിന്നാണ്. ഇത് കണ്ടു വളർന്നതാണ് ഞാൻ. അപ്പം ഞാൻ ഈ BJP-യിൽ ചേരുമ്പോഴും BJP-യിൽ ചേർന്ന അന്ന് അമിത്ഷായുടെ കയ്യിൽ നിന്ന് ഞാൻ കൊടി വാങ്ങി BJP അംഗത്വം സ്വീകരിച്ച അന്ന് 2021 മാർച്ച് 7-ാം തീയതി ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് എനിക്ക് 2 മിനിറ്റ് നേരം സംസാരിക്കാൻ ഒരു സ്പേസ് തന്നു. ആ 2 മിനിറ്റ് ഞാൻ എന്താ പറഞ്ഞതെന്നറിയോ? എൻ്റെ ദൗത്യം
BJP വരാനുള്ള എൻ്റെ ദൗത്യം ഇതാണ്. ഈ 3 മതങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഈ ബ്രിഡ്ജാവുക. ഇസ്ലാം മതം, ക്രൈസ്തവ മതം, ഹിന്ദു മതം, ഇന്ന് ഇവർക്കൊരു പാലങ്ങളില്ല. അഭിമുഖീകരിക്കുക എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഉണ്ടാക്കിയിട്ടൊരു ഭയമുണ്ടായിരുന്നു. അത് ശരിയാണ്, ഒരു ഫിയർ കോംപ്ലക്സ് ഉണ്ട്. ആ ഫിയർ കോംപ്ലക്സ് മാറ്റിയെടുക്കണം. അതാണ് BJPയുടെയും ഇപ്പോൾ BJPയിലേക്ക് വന്ന എൻ്റെയും ദൗത്യം. എൻ്റെ ദൗത്യം അങ്ങനെ ആരെങ്കിലും BJPയിൽ അങ്ങനെ എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് ബോധിപ്പിച്ചുകൊണ്ട്. താങ്കൾ പറഞ്ഞു 5-6 വർഷത്തിനിടയിൽ ഈ സംസ്ഥാനം വലിയ രീതിയിലുള്ള തീവ്രവാദ അല്ലെങ്കിൽ അക്രമ സ്വഭാവത്തിൻ്റെ ഒരു വിസിബിൾ എവിഡൻസ് ഒക്കെ കാണിച്ചു തുടങ്ങി. തീവ്രവാദം ഞാൻ മറ്റുള്ള പറഞ്ഞത് രാഷ്ട്രീയമായിട്ടുള്ള ആക്രമണമല്ല പറഞ്ഞത്, തീവ്രവാദം, ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിഷുവിന് വേണ്ടിയിട്ട് പീരുമേട് സന്ദർശിച്ചു. പീരുമേട് സന്ദർശിച്ചപ്പോൾ ഞാൻ കാട്ടിനകത്ത് ലയത്തിലേക്ക് പോയി. ഈ എസ്റ്റേറ്റ് ലയത്തിലുള്ള അവിടെ ഞാൻ ഇടപെട്ടത് ഒരു വലിയൊരു എസ്റ്റേറ്റ്, 3000 ഏക്കേഴ്സുള്ള വലിയൊരു ടീ എസ്റ്റേറ്റ് 5 വർഷം പറ്റി പൂട്ടിക്കെടുക്കുക. ഇതിൻ്റെ ഇഷ്യൂവിനെ പറ്റി അന്വേഷിക്കാനായിട്ട് ഞാൻ പോയി. ഞാൻ പറഞ്ഞു 2007 കാര്യം പറയണം. ഞാൻ എൻ്റെ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം അവിടെ ചെന്ന് ഞാൻ ജീപ്പിൽ പോയി. അതിനുശേഷം ഒരു 5 കിലോമീറ്റർ നടക്കണം, വഴിയില്ല, കാടിനകത്ത്. ഈ ലയത്തിൽ താമസിക്കുന്ന അവരുടെ ജീവിതം കാണാൻ വേണ്ടി പോയതാണ്. അവിടെ ഞാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ച, അവിടെ ഒരു സമൂഹം നമ്മുടെ മൂക്കിന് താഴെയൊന്നും ആലോചിക്കാൻ, കുറച്ച് ഈ ആഫ്രിക്കൻ കാടുകളിലല്ല, നമ്മുടെ കേരളത്തിൽ ഈ പീരുമേട് എന്ന സ്ഥലത്ത് ചെന്ന് കണ്ടപ്പോൾ കാണേണ്ട ഒരുപാട് കാഴ്ച എനിക്കുണ്ടായിരുന്നു. ആ കാഴ്ച എന്താണെന്ന് വെച്ചാൽ പട്ടിണിയാണ്. അവിടെ ചെന്നപ്പോൾ ആദ്യം കുറേ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി ഓടി വന്നിട്ട് എൻ്റെ പിറകിൽ നോക്കിയിട്ട് ചോദിച്ചു, എന്താ സാറേ സിനിമാ നടന് ഇവിടെ കാര്യം? അല്ല, ക്യാമറ ഒന്നും കാണാനില്ലല്ലോ, ക്യാമറ ഒന്നും കൊണ്ടുവന്നില്ലേ, വാർത്തയുടെ കൊണ്ടുവന്നില്ലേ ചോദിച്ചു. അത് ചോദ്യം സാധാരണ ചോദ്യമല്ല, ഭയപ്പെടുത്തുന്ന ചോദ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചു? അല്ല, ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ നായനാർ വന്നിട്ടുണ്ട്, AK ആന്റണി വന്നിട്ടുണ്ട്, രമേശ് ചെന്നിത്തല വന്നിട്ടുണ്ട്, ഉമ്മൻചാണ്ടി വന്നിട്ടുണ്ട്, പിണറായി വിജയൻ വന്നിട്ടുണ്ട്. താങ്കൾ പറയുന്ന ഒരു കാര്യം പറഞ്ഞു വന്നത് ഈ കഴിഞ്ഞ 5-6 വർഷത്തിനിടയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ കേരളത്തിൽ കൂടിയെന്നാണ്. അതും പീരുമേടുമായി എന്താണ് ബന്ധം? പറഞ്ഞുതരാം. ഞാൻ ഇത് വേണ്ടിയിട്ട് പോയതാണ് അവിടെ, ഇതിന് വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ ഈ മടങ്ങി വരുന്ന സമയത്ത് അവിടെ കുറച്ച് ആൾക്കാരെ കണ്ടു ഞാൻ. അതും ഈ കാടുമായിട്ടോ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ആൾക്കാരുമായിട്ടുള്ള ഒരു ബന്ധമുള്ള ഒരു ബോഡി ലാംഗ്വേജ് അല്ല ഞാൻ കണ്ടത്. അവരെന്തൊക്കെയോ അവിടെ നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു ഉണ്ട്. അപ്പം ഞാൻ പീരുമേട് ടൗണിൽ വന്നിട്ട് DYSP പേര് എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹത്തിൻ്റെ ഒരിടത്ത് ഞാൻ പോയി പറഞ്ഞു, ഇങ്ങനെ ഒരു സംഗതി നടക്കുന്നുണ്ട്. അപരിചിതരാണ് അവർ ആ നാട്ടുകാരല്ല, വേറെ ഏതോ സ്ഥലത്തു നിന്ന് വന്നവരാണ്. അപ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു, മനസ്സിലല്ലേ? എന്നിട്ട് പിന്നീട് വന്ന പോലീസ് എൻക്വയറി, ഇത് പോലീസിൻ്റെ റിപ്പോർട്ടുകളാണ്, പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ തികഞ്ഞത്. ഞാൻ അന്ന് ഞാൻ ആ പോലീസ് ഓഫീസർ കണ്ടു. പിന്നെ അന്ന് ഞാൻ സൂചിപ്പിച്ച അവിടെ ഇവർ ടെററിസ്റ്റുകളായിരുന്നു. ഈ സിമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ഗ്രൂപ്പുകളായിരുന്നു. പിന്നെ ഇപ്പൊ സംഭവിച്ചൊരു 12-13 വർഷങ്ങൾക്ക് നമ്മൾ ഈ 5-6 വർഷത്തിനിടയിൽ അല്ല 12 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടെങ്കിൽ ഇപ്പം ഇല്ലാതിരിക്കും. എനിക്ക് പറയാനുള്ളത് പറയാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അതിനിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ബാൻ ചെയ്തു. പോപ്പുലർ ഫ്രണ്ട്. യെസ്. എന്തുകൊണ്ടാണ് അതിന് ബാൻ ചെയ്യാൻ കാരണം? പോപ്പുലർ ഫ്രണ്ടിനെ ആരാണ് ഇവിടെ ന്യായീകരിക്കുന്നത്? പോപ്പുലർ ഫ്രണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും RSS ആണെങ്കിലും ഒക്കെ ഒരേ കക്ഷികളാണെന്നേ, ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്. I disagree again with you strongly, with strong words. RSSനെയും പോപ്പുലർ ഫ്രണ്ടിനെയും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടും ഒരു നാണയത്തിന്റെ ഒന്നുമല്ല, ഇരുവശങ്ങളാണ്. അതെന്ന് വെച്ചാൽ ദാറ്റ്സ് എ റോങ് ഇൻഫർമേഷൻ.
I don't know from where it got. ഈ RSSന്റെ ആചാര്യന്മാരുണ്ടല്ലോ, ഈ ഗോൾവോൾക്കർ, സവർക്കർ തുടങ്ങിയ ആളുകളൊക്കെ ഈ പറയുന്ന സംവിധാനത്തെക്കുറിച്ചും ഈ പ്രസ്ഥാനം എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ പലയിടങ്ങളിലും എഴുതി വച്ചിട്ടുണ്ട്. ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം, അല്ലെങ്കിൽ ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയും ഈ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുകയും ചെയ്യുന്ന RSS എന്ന് പറയുന്ന സംവിധാനവും, അതായത് തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന RSSും തീവ്ര മുസ്ലിം നിലപാട് സ്വീകരിക്കുന്ന പോപ്പുലർ ഫ്രണ്ടും തമ്മിൽ എന്ത് ഡിഫറൻസ് ആണ് സർ ഉള്ളത്? അത് ഇറ്റ്സ് എ റോങ് കാൽക്കുലേഷൻ, റോങ് അപ്രോച്ച് എന്നല്ലേ ഞാൻ പറയുള്ളൂ. ഷുവർലി അത് എന്ന് വെച്ചാൽ അതിന് ഒരു പക്ഷേ തെറ്റിദ്ധാരണയായിരിക്കാം, അല്ലെങ്കിൽ അപർണ വളർന്നു വന്ന ചുറ്റുപാടുകളിൽ, അല്ലെങ്കിൽ അപർണ ജീവിക്കുന്ന ആ ചുറ്റുപാടിൻ്റെ ഒരു ചില്ലുകൂടുണ്ട്. ആ ചില്ലുകൂട്ടിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ സ്ട്രോങ്ലി ഒബ്ജക്റ്റ് ദാറ്റ്, സ്ട്രോങ്ലി റിഫ്യൂസ് ടു അക്സെപ്റ്റ് ദാറ്റ്. ഇറ്റ്സ് എ റോങ് തിങ്. RSSനെയും PFനെയും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് നോൺസെൻസ്. ഗാന്ധിവധത്തിന്റെ പേരിൽ ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഘടനയാണ് RSS. ഒരിക്കലുമല്ല. അത് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സുപ്രീം കോടതി തന്നെ അതല്ലാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എങ്ങനെ പറഞ്ഞു? ഏത് സുപ്രീം കോടതി എന്ന് പറഞ്ഞു? ഇന്ത്യൻ ജുഡീഷ്യറിയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. അവിടെ ഇത് RSSനും പിന്നെ ഗാന്ധിവധത്തിൽ തമ്മിൽ ഒരു ബന്ധവുമില്ല. കാരണം RSSനും കോടതിയല്ല നിരോധനം ലിഫ്റ്റ് ചെയ്യുന്നത്, കോടതിയാണ്. RSSന്റെ നിരോധനം ലിഫ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്നത് പോലെ ഈ രാജ്യത്ത് ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ. ഒരിക്കലുമല്ല. ഇറ്റ്സ് എ വെരി റോങ് ഫാക്ട്. അത് എനിക്ക് എവിടെ നിന്ന് കിട്ടുന്ന എനിക്കറിയില്ല. അവരുടെ ഏതൊക്കെയാണോ കൂട്ടുന്നത്. സർദാർ വല്ലഭായ് പട്ടേലും അന്ന് ഗോൾവോൾക്കറും തമ്മിൽ നടത്തിയിട്ടുള്ള കത്തുകൾ ഇപ്പോഴും ഈ പറയുന്നത് പോലെ പല ആർക്കൈവ്സിലും ലഭ്യമാണ്. അതിൽ കൃത്യമായി തന്നെ ഗാന്ധിവധവുമായി ബന്ധപ്പെട്ടുള്ള എഴുത്തുകുത്തുകളെക്കുറിച്ച് പറയുന്നുണ്ട്. യഥാർത്ഥ സത്യങ്ങളുണ്ട്. ആ സത്യങ്ങൾ ആർക്കറിയില്ല. അത് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായ ഭരണകൂടം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ആൾക്കാരെ കൊണ്ട് മാറ്റി എഴുതപ്പെട്ടതാണ്. അതിന് ഒരു ഉത്തരവാദി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ടോട്ടൽ ഇന്ത്യയുടെ ചരിത്രം, കേരളത്തിൻ്റെ ചരിത്രം മുഴുവനും മാറ്റി എഴുതിപ്പെട്ടു. ഇന്ത്യയുടെ ചരിത്രം മാറ്റി എഴുതുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്തു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണല്ലോ ആദ്യം ഇത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത്. ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്തില്ല. ഞങ്ങൾ ഈ ഫ്ലാഗിനെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ പാർട്ടിയാണ്. ഈ ഫ്ലാഗിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ രാജ്യം ഭരിക്കുകയും രാജ്യസ്നേഹത്തിന്റെ മൊത്തം കച്ചവടക്കാരാവുകയും ചെയ്യുന്നുണ്ട്. RSS അത് പറയുന്നുണ്ട്. RSSന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ, RSSന്റെ അടിസ്ഥാനം എന്താണ്? ഈ പറയുന്ന സംവിധാനങ്ങളെ ഒന്നും തന്നെ അംഗീകരിക്കില്ല എന്നുള്ളതാണ് RSSന്റെ അടിസ്ഥാന തത്വം. അല്ല, എനിക്ക് എവിടെ നിന്നാണ് അപർണ ഈ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. അതേ ഞാൻ പറഞ്ഞു. ഇപ്പോൾ അപർണയുടെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. ഇത് മുഴുവനും അപർണയുടെ ബ്രെയിനിലേക്ക് കയറ്റിയത് റോങ് ആയിട്ടുള്ള ചരിത്ര സത്യങ്ങൾ വളച്ചൊടിച്ച. എന്താണ് യഥാർത്ഥ സത്യം? ഈ പറയുന്നത് പോലെ RSS തുടക്കകാലം മുതൽ, അതായത് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽക്ക് തന്നെ ഇന്ത്യൻ പതാകയെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നു. അതൊക്കെ ആയിരുന്നു. അവർ ഒരുമിച്ചായിരുന്നു. എവിടെ നിന്നാണ് താങ്കൾക്ക് ഈ ഇൻഫർമേഷൻ? ഞാൻ പറഞ്ഞ റെക്കോർഡുകളുണ്ടല്ലോ. നമുക്ക് എത്രയോ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നു. ഇതെല്ലാം ഗവൺമെന്റ് ഡൊമൈനിലുണ്ടല്ലോ. ഏത് ഗവൺമെന്റ് ഡൊമൈനിലാണുള്ളത്? RSS ഈ പറയുന്നത് പോലെ ഇന്ത്യൻ ഫ്ലാഗിനെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നു എന്നുള്ളത്. RSS ഇന്ത്യൻ ഫ്ലാഗിനെ അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. RSS എന്ന് മുതലാണ് ഇന്ത്യൻ ഫ്ലാഗ് അംഗീകരിച്ചു തുടങ്ങിയത്? ഒരിക്കലല്ല. എന്ന് മുതലാണ് ഇന്ത്യൻ ഫ്ലാഗ് RSS അംഗീകരിക്കാൻ തുടങ്ങിയത്? എന്ന് മുതലാണ്? അതിന് മുമ്പുണ്ടായിരുന്നല്ലോ. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫ്ലാഗ് അല്ലേ? അല്ലല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല, നാഷണൽ ഫ്ലാഗ് അംഗീകരിച്ചിട്ടുണ്ട്. RSS നാഷണൽ ഫ്ലാഗ് അംഗീകരിച്ചിട്ടില്ല. ഉണ്ട്. RSS എപ്പോഴാണ് അംഗീകരിച്ചത് നാഷണൽ ഫ്ലാഗ്? എനിക്ക് ഡേറ്റ് അറിയില്ല. തീർച്ചയായും. എന്തായാലും എല്ലാവിധ ആശംസകളും. വളരെ നന്ദി ഇത്രയധികം സമയം നമ്മളോട് സംസാരിച്ചു. സന്തോഷം. താങ്ക് യു. സഹകരിച്ചു.